ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 150 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരാം. ഇപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതോടെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ പെരിഞ്ചീരകത്തിന് പകരം 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ഫോർക്കോ കൈയോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു 3 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിരകിയെടുക്കുക. ഒരു ബോൾ പിടിക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി വരെ കുറച്ചായിട്ട് ബ്രെഡ് ക്രംസ് ഇട്ട് ഇതുപോലെ ഒന്ന് വിരകിയെടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതുപോലെ ബോൾ പിടിക്കാനായിട്ട് പറ്റണം. ഇനി ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മുട്ടയും ബ്രെഡ് ക്രംസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കയ്യിലൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കുന്നുണ്ട്. എന്നിട്ടാണ് ഓരോ ബോളും പിടിക്കുന്നത്. ഇപ്പം നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നേരെ ഇനി ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി അത് നേരെ എഗ് വാഷ് ചെയ്യാം. ഇനി ഇത് പിന്നെയും ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു വിരലില്ലേ, അത് വെച്ചിട്ട് ഇതിൻ്റെ നടുക്കോട്ടൊരു ഹോളിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഇത് പൊട്ടിപ്പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആക്കാനായിട്ട് അടുപ്പത്തോട്ടൊരു ഇരുമ്പ് ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു പൊരി എടുത്തിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഇത് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടാകുന്ന സമയത്ത് ഓരോ ചിക്കൻ റിങ്ങും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ച് കോട്ടാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കുക്കായും കിട്ടും. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അടുത്ത സൈഡൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ എല്ലാം ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് വറുത്ത് കോരാം. എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് ഏകദേശം 12 ചിക്കൻ റിങ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട്. ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.